ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർറഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. Our Father in heaven, holy be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive us sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om Yonda Pravishya Mama Vacham Imam Prasuptam Sanjeevayatyagila Shakti Dharaswadhamna അന്യാം സഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വളരെ സന്തോഷം നൽകുന്ന ഒരു വേദിയിലാണ് നമ്മളൊക്കെ പങ്കെടുക്കുന്നത്. എല്ലാ വേദിയിലും അല്ലെങ്കിൽ എല്ലാ പരിപാടികൾക്കും ചെയ്യുന്നത് പോലെ പറഞ്ഞ് നിശ്ചയിച്ച സമയത്തിന് മുമ്പേ വരാറുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെ നേരത്തെ വന്നു. ഇവിടെ അടുത്തൊരു വീട്ടിൽ കുറച്ച് നേരമൊക്കെ വിശ്രമിക്കുകയായിരുന്നു. കാസർഗോഡ് നിന്ന് ട്രെയിൻ ഇറങ്ങി കൊണ്ടുവന്നപ്പോൾ സുള്ളിയയിലുള്ള ഒരു സുഹൃത്താണ് വന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോഴൊക്കെ ഞങ്ങളിത് ഇവിടുത്തെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നാടും ഈ ഉറൂസും ഇവിടുത്തെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല വർത്തമാനങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചു. പരസ്പരം എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്സവകാലങ്ങളിൽ, ഉറൂസ് കാലങ്ങളിൽ പരസ്പരം ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നുകയുണ്ടായി. ഇത്തരം ചില സംവിധാനങ്ങളെയാണ് നമ്മൾ നിലനിർത്തേണ്ടത്. ഇതാണ് കേരളം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ലോകം തന്നെയും ആവശ്യപ്പെടുന്നത്. കാരണം അടിസ്ഥാനപരമായി മനുഷ്യൻ ഒരു വർഗവാദിയാണ്. മനുഷ്യൻ കുറേ കാലം മുമ്പേ പരിണമിച്ചുണ്ടായപ്പോഴൊക്കെ അവരൊക്കെ ഓരോ ഗോത്രങ്ങളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഗോത്രം, വർഗം എന്ന് പറയുന്ന രീതിയിലാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വലിയൊരു കാടിൻ്റെ പലയിടങ്ങളിൽ അവരൊക്കെ ആവിർഭവിച്ചപ്പോൾ അവർക്കൊക്കെ ആ വർഗ സ്വഭാവം ഉണ്ടാകും. ഇത് മനുഷ്യൻ്റെ മനസ്സിൽ, അവൻ്റെ മനഃശാസ്ത്രത്തിൽ, സൈക്കോളജിയിലൊക്കെ രൂഢമൂലമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരുപാട് നൂറ്റാണ്ടുകൾ നമ്മൾ ഓരോ വർഗവും മുന്നോട്ട് പോയത് ഈ വർഗ സ്വഭാവമുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ പേടിയോട് കൂടിയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒരു കാലത്ത് മനുഷ്യനെ തന്നെ തിന്നുന്ന സ്വഭാവമുണ്ടായിരുന്നു. ആ സ്വഭാവമുള്ള സമയത്തൊക്കെ എൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനെ ഞാൻ തിന്നൂല, വേറെ ഗോത്രത്തിൽപ്പെട്ട ഒരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിന്നും. അതുകൊണ്ട് തൻ്റെ ഗോത്രമൊഴിച്ച് അല്ലെങ്കിൽ തൻ്റെ സ്വത്വമൊഴിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം കൊന്നു തിന്നപ്പെടാൻ യോഗ്യരാണ് എന്ന ഒരു ബോധം നമ്മുടെയൊക്കെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ആധുനിക കാലഘട്ടത്തിലേക്കൊക്കെ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ വർഗ സ്വഭാവത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ഈ ഒരു ബ്രെയിനിൻ്റെ പാർട്ട് ഉണ്ട് എന്നതാണ് നമ്മുടെയൊക്കെ നരവംശ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ തലച്ചോറിനെ ഉപയോഗപ്പെടുത്താമെന്നാണ് ആധുനിക മനഃശാസ്ത്രമൊക്കെ പറയുന്നത്. ഒന്ന്, തലച്ചോറിൻ്റെ പിൻഭാഗത്ത് നിന്നുള്ള ചേതനകൾ, അതിനൊരു ലിംബിക് ബ്രെയിൻ എന്നോ അല്ലെങ്കിൽ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്നൊക്കെയാണ് പറയുക. ഉരകങ്ങളുടെ
ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കയ്യും കാലും ഇല്ലാതെ അല്ലെങ്കിൽ കയ്യും കാലും ഉണ്ടെങ്കിലും എഴഞ്ഞു നടക്കുന്ന ജീവികളെയാണ് നമ്മൾ ഉരകങ്ങൾ എന്ന് പറയുക. മുതല, പാമ്പ് പോലുള്ളവയൊക്കെ റെപ്റ്റൈൽസാണ്. അവരുടെ ഉള്ളിലാണ് ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കണമെന്നൊരു മനസ്സുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ, മസ്തിഷ്കത്തിലുണ്ടത്രേ. ഈ ലിംബിക് മൈൻഡ് അല്ലെങ്കിൽ റെപ്റ്റീലിയൻ മൈൻഡിൽ നിന്നാണ് പലപ്പോഴും നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെ തൻ്റേതല്ലാത്ത ഒരു സാധനത്തെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നും, അതിനെ എതിർക്കാൻ തോന്നും, കൂട്ടമായിട്ട് അതിനെ ആക്രമിക്കാൻ തോന്നും. എന്നാൽ ഇന്നത്തെ കാലത്ത് ആ ബ്രെയിനിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ബോധപൂർവം അതിലേക്ക് പരിണമിപ്പിക്കാൻ നമ്മുടെ ഫ്രോണ്ടൽ ഏരിയ, ആൻറ്റീരിയർ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്നൊക്കെ പറയുന്ന കുറേ വാക്കുകളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഈ മുൻഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. എന്നെങ്കിലേ നമ്മളെ കുഞ്ഞുമക്കളൊക്കെ ഇനി രക്ഷപ്പെടുകയുള്ളൂ. നമ്മളൊക്കെ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഈ വർഗബോധത്തിൻ്റെ ചില നന്മകളെയും തിന്മകളെയും ഒക്കെ ഉപജീവിച്ചുകൊണ്ടാണ്. ഇനിയത്തെ കാലത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരാൾ സൂചിപ്പിച്ചതുപോലെ ലോകം തന്നെ ഒരു ഗ്ലോബൽ വില്ലേജൊക്കെ ആയിട്ട് മാറുക. ഒറ്റ ഗ്രാമമാണ്. അല്ലാണ്ട് ഇതൊരു വലിയ സംവിധാനമായിട്ടൊന്നും പോകുന്നില്ല. എവിടെ ഇരുന്നു, ഇപ്പോഴൊക്കെ എവിടെ ഇരുന്നുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ മിനിഞ്ഞാന്ന് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു, ഇന്നലെ മാവേലിക്കരയായിരുന്നു, ഇന്ന് ദാ ഇവിടെ എത്തി. എത്ര പെട്ടെന്നാണ് യാത്രകൾ. അതേമാതിരി ഇവിടെ വന്ന് ഇന്നിപ്പോൾ താമസിച്ച കുറച്ച് നേരം തങ്ങിയ വീട്ടിലെ അവിടുത്തെ ആ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങളെ ഞാൻ ഗൾഫിൽ വെച്ച് ബീച്ചിൻ്റെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഒരിക്കലും അവർ കരുതിയിട്ടുണ്ടാവില്ല അവരുടെ വീട്ടിൽ വന്നിട്ട് ചായ കുടിക്കും എന്നുള്ളത്. എത്രത്തോളം അടുപ്പമാണ് നമ്മളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയത്തെ കാലഘട്ടത്തിൽ ഇവിടുന്ന് PG പഠിക്കാൻ വേണ്ടി ജർമ്മനിയിലേക്കും ന്യൂസിലൻഡിലേക്കൊക്കെ പോകുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെയാണ് നമ്മൾ. നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. കുട്ടികൾ ലോകത്തെ ഒരുപോലെ കണ്ടു തുടങ്ങി. ഞാൻ എപ്പോഴും പറയും, ആധുനിക കുട്ടികൾക്ക്, പുതിയ കുട്ടികൾക്ക്, ജെൻസി കുട്ടികൾക്ക് പലവരും കുഴപ്പങ്ങൾ കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷവും എനിക്ക് പ്രത്യാശയുമാണ്. കാരണം അവർ കൂടുതൽ സത്യസന്ധരാണ്. നിങ്ങൾക്ക് ബോധ്യമുള്ള സംഗതികൾ പോലും വിളിച്ചു പറയാനും അത് പ്രാവർത്തികമാക്കാനും പലതും ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ടതുണ്ട്. പുതിയ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ സത്യസന്ധമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പെട്ടെന്നാണ് അവരൊക്കെ പ്രാവർത്തികമാക്കുക. പ്രത്യേകിച്ച് വേർതിരിവുകൾ, വയലൻസ്, ഡിസ്ക്രിമിനേഷൻ, ഇതൊന്നും പുതിയ കുട്ടികൾക്ക് ഇഷ്ടമല്ല. അവരുടെ ഒരു ജീനിൽ അതില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഈ ലിംബിക് മൈൻഡ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു 19 വയസ്സ് ഒക്കെ ആയി നിൽക്കുന്ന അതിൻ്റെ മേലേക്കുള്ളവരുടെയൊക്കെ ലിംബിക് മൈൻഡിനാണ്, ഈ ഭാഗത്തു നിന്നുള്ള ചിന്തകൾക്കും പ്രത്യേകങ്ങൾക്കുമാണ് അവർക്ക് പ്രത്യേകത. പുതിയ കുട്ടികൾ കുറച്ചുകൂടി മുന്നോട്ട് കയറി ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ അലയൊലികൾ ഈ ലോകത്തിലുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലുണ്ടാകുമ്പോൾ, അവർക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടതാണ് ഇത്തരം സന്നിധികൾ, ഇത്തരം ഉറൂസുകൾ, ഇത്തരം ഉത്സവങ്ങൾ. ഇതൊക്കെ കാലഘട്ടത്തിന് വേണ്ടി അവർക്ക് വേണ്ടി കരുതി വെക്കണം. കാരണം അവർ നാളെ ഇത് ഏറ്റെടുക്കുന്നത് വളരെ ആവേശത്തോടു കൂടി ആയിരിക്കും. കാരണം വർഗബോധത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ വർഗബോധം വല്ലാതെ വർഗീയതയായി അധപ്പതിച്ചിരുന്നു. വർഗബോധം നല്ലതാണ്, പക്ഷേ അത് വർഗീയതയാക്കി മാറ്റാനും വളരെ എളുപ്പമാണ്. അതങ്ങനെ ആയാൽ മഹാമോശവുമാണ്. പാലായി തന്നെ നിലനിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ചില ശീതീകരണ സംവിധാനങ്ങൾ ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ വെക്കണം. പുറത്ത് വെച്ചാൽ പാല് വേഗം കേടുവരും. പിന്നെ അത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പനീർ ഉണ്ടാക്കാൻ പറ്റുമോ, തൈരിലേക്ക് ഒഴിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് പറയുന്നത് പോലെയാണ് വർഗബോധം. നമുക്കൊക്കെ ആ വർഗബോധം, നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു വർഗത്തിൻ്റെ ചില യുണീക്ക്നെസ്, ചില വ്യതിരിക്തകളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊന്നും വർഗീയത വളർത്താൻ വേണ്ടിയിട്ടാകരുത്. ഇവിടെയാണ് നമ്മളിതൊക്കെ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടത്. മതത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മതവും സത്യത്തിൽ അതിൻ്റെ ആഴത്തിലുള്ള പഠനത്തിൽ ഒരിക്കൽ തന്നെയും ഈ വർഗബോധത്തെ വർഗീയതയാക്കാൻ സമ്മതിക്കുന്നില്ല.
മതങ്ങളുടെ സിലബസ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മതമാകുമ്പോൾ തന്നെ അതിലൊരു ദൈവീകത, ദൈവത്തെ സംബന്ധിച്ചുള്ളൊരു ചർച്ചയുണ്ടാവണം. ആ ദൈവത്തോട് എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ ഒരു വിധേയത്വം ഉണ്ടാകുന്നതാണ് തൻ്റെ ഉപരിബോധത്തോട്. ചില മതങ്ങളിൽ അങ്ങനെയാണ്. എല്ലാ മതത്തിലും ഒരു വ്യക്തി ദൈവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ തന്നെക്കാൾ ഉപരിയായ ഒരു ബോധ സംവിധാനം, എന്തോ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം. എല്ലാ മതങ്ങളും അതുകൊണ്ട് തന്നെ ആ ഒരു സംവിധാനത്തെ ഏകമായിട്ടാണ് കാണുന്നത്. ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ആദ്യം ഏത് ഗ്രന്ഥമാണ് എഴുതപ്പെട്ടത് എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ ചരിത്രകാരന്മാർക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ലാതെ അവരൊക്കെ പറയും ഋഗ്വേദമാണ്. ഋഗ്വേദത്തിലെ പ്രധാനപ്പെട്ട ഒരു സൂക്തമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു സൂക്തം, എല്ലാവർക്കും അറിയുന്നൊരു സൂക്തമാണ് ഏകം സത്ത് അദ്വിപ്രാഹ ബഹുധാ വദന്തി. ഏകമായ സത്ത്, ദ എസൻസ് ഹാസ് ടു ബി വൺ. ഇവിടെ ഹാസ് ടു ബി വൺ എന്നാണ് ട്രാൻസ്ലേഷൻ. സത്ത് ഏകമാകാനേ തരമുള്ളൂ. പലതരം സ്രോതസ്സുകൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ആ ഏകമായ സത്ത് ഒന്നാണ്. അതിനെ വിപ്രന്മാർ, വിശേഷണ പ്രാജ്ഞയുള്ളവർ, അതിബുദ്ധിമാന്മാർ, തിയറട്ടിക്കൽ മൈൻഡിനപ്പുറം അനലിറ്റിക്കൽ മൈൻഡുള്ള ആൾക്കാർ അതിനെ പലതായി കാണുന്നു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ലോകത്തിലേക്ക് ആദ്യമായി ഏകദൈവ സംവിധാനമാണ്, ഏകം സ്രോതസ് ഒന്നാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മതം ഹിന്ദുമതമാണ്. അതിനുശേഷം യഹൂദമതവും നിന്റെ ദൈവമായ കർത്താവ് ഏകനാകുന്നു എന്ന് പറയുകയും, ക്രിസ്തു മതത്തിലേക്ക് വരുമ്പോൾ നിന്റെ പിതാവായ ദൈവം ഏകമാകുന്നു എന്ന് പറയുകയും, ഇസ്ലാമിലേക്ക് വരുമ്പോൾ കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസിലൂടെ 112-ാമത്തെ അധ്യായത്തിലൂടെ അത് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു. ഞാൻ പല വേദികളിലും ചൊല്ലാറുള്ളത് പോലെ അജം നിർവികൽപ്പം നിരാകാരമേകം നിരാനന്ദമാനന്ദം അദ്വൈത പൂർണ്ണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമ എന്ന ശ്ലോകവും കുൽഹു അല്ലാഹു അഹദ് എന്ന ആയത്തും സൂറത്തും ഏകദേശം ഒരൊറ്റ ഇഖ്ലാസ് കറക്റ്റ് രണ്ടിൻ്റെയും ഇഖ്ലാസ് ഒന്നാണ്, രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്. അജം എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടില്ല, അതാണല്ലോ അജം. അതുതന്നെയാണ് ലം യലിദ് വലം യൂലദ്, അങ്ങനെ എല്ലാ ഓരോ വാക്കിനും തത്തുല്യമായ അർത്ഥങ്ങൾ. ഇതൊക്കെ അങ്ങനെ ആകണമെന്ന് എഴുതി വെച്ചതല്ല, അങ്ങനെ ആയിപ്പോയതാണ്. കാരണം നമുക്കൊക്കെ ഒരു ദൈവമേ ഉള്ളൂ. പിന്നീട് ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ നമ്മുടെ വർഗബോധത്തിനെ വർഗീയബോധമാക്കാൻ ശ്രമിച്ചവർ തമ്മിൽ പറഞ്ഞു പരത്തി. ഹിന്ദുക്കൾ ബഹുദൈവ ആരാധകരാണ്, ക്രിസ്ത്യാനികൾക്ക് 3 ദൈവമുണ്ട്, മുസ്ലിങ്ങൾക്ക് 1 ദൈവമേ ഉള്ളൂ, യഹൂദന്മാർക്ക് അരദൈവമേ ഉള്ളൂ എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. സത്യസന്ധരായ കുട്ടികളുടെ മുമ്പിൽ ഇനി നമുക്ക് ഇത്തരം തമ്മിൽ തല്ലലിൻ്റെ ഒന്നും തത്വശാസ്ത്രം നിലനിൽക്കൂല. അതുകൊണ്ട് നമ്മളായിട്ട് തന്നെ തുടങ്ങിക്കൊടുക്കണം ഈ ഒരു അഴിച്ചുപണികൾ. അപ്പോൾ ദൈവമെന്ന് പറയുന്ന ആ ഒരു വസ്തുത ഏകമാണ്. അടിസ്ഥാനപരമായി ഈശ്വരൻ, നമ്മുടെയൊക്കെ എനിക്കൊരു പിതാവേ ഉള്ളൂ. എൻ്റെ അമ്മ എത്ര മോശപ്പെട്ട സ്ത്രീയാണെങ്കിലും 1000 പേരോട് കൂടി ശയിച്ചിട്ടുണ്ടെങ്കിലും എന്നെ സൃഷ്ടിച്ചത് ഏതോ ഒരു പുരുഷൻ്റെ ബീജത്തിൽ നിന്നാണ് എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിൽ ഒരു സ്രോതസ്സുണ്ടാവാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ദൈവമെന്നും ഉപരിബോധമെന്നും സൂപ്പർ കോൺഷ്യസ്നസ് സൂപ്രാ കോൺഷ്യസ്നസ് എന്നൊക്കെ പറയേണ്ടത്. നേരത്തെ പറഞ്ഞ ആ മെറ്റാകോഗ്നീഷൻ, അതായത് മുമ്പിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക്, മുൻഭാഗത്ത് നിന്ന് തലച്ചോറിൻ്റെ മുൻഭാഗത്തിലൂടെ ചിന്തിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ദൈവവിഷയത്തിൽ നമുക്കാർക്കും തല്ലുകൂടാൻ ഒരു മതത്തിനും അവകാശമില്ല. ഇനി ദൈവവിഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വിഷയം എന്താ? അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ഒരു ഉപമ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു ചരിത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ വന്ന് ചോദിച്ചു, അല്ലയോ റബ്ബി, അല്ലയോ ഗുരു, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളൊരു പ്രവാചകനാണല്ലോ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണല്ലോ, ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്താണ് ന്യായപ്രമാണങ്ങളുടെ അല്ലെങ്കിൽ മതശാസ്ത്രത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആകത്തുക, എസൻസ് എന്താണെന്ന് പറഞ്ഞു തരിക. യേശുവിനൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും ഒരു യഹൂദനായിരുന്നു. ചോദിച്ചവരെല്ലാവരും യഹൂദ മതക്കാരായിരുന്നു.
അദ്ദേഹം യഹൂദൻ്റെ ഏറ്റവും പ്രധാന ഗ്രന്ഥങ്ങളിലെ ആദ്യത്തെ 5 ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരിപൂർണ ഹൃദയത്തോടും പരിപൂർണ മനസ്സോടും പരിപൂർണ ആത്മാവോടും കൂടി, നിന്റെ വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് ആൻഡ് മൈറ്റ് എന്നാണ്, നിന്റെ എല്ലാ സർവ്വശക്തിയോടും കൂടി. ഈ സ്ട്രെങ്ത്തിനും മൈറ്റിനൊന്നും മലയാളത്തിൽ വേറെ പദങ്ങൾ വേറെ ഇല്ല. അതുകൊണ്ട് മൈറ്റ് ആൻഡ് സ്ട്രെങ്ത് എന്നൊക്കെയാണ് നമുക്കതിനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ. എല്ലാ മൈറ്റി ആൻഡ് ഓൾ യുവർ സ്ട്രെങ്ത്, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്, സർവ്വശക്തിയോടുകൂടി ദൈവത്തിൻ്റെ കാര്യം നീ നോക്കുക. അതാണ് മതത്തിൻ്റെ അടിസ്ഥാനം, നേരത്തെ പറഞ്ഞതുപോലെ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് പറഞ്ഞത് ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ള 6-ാം അധ്യായത്തിലെ 6-ാമത്തെ വാചകമാണ് യേശു ഉദ്ധരിച്ചുകൊണ്ട് യഹൂദൻ്റെ ദൈവസങ്കല്പവും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും സങ്കല്പം, എല്ലാ മതങ്ങളും തൻ്റെ ഉപരിബോധമായ ഈശ്വരൻ അല്ലെങ്കിൽ ഉപരി നിൽക്കുന്ന ആ ഒരു ശക്തി വിശേഷത്തിനാണ് എല്ലാ ശക്തിയും മഹത്വവും ആരാധനയും പുകഴ്ചയും ഒക്കെ കൊടുക്കുന്നത്. ഇസ്ലാമും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ യേശു അതിനുശേഷം ഒരു കാര്യം കൂടി പറയേണ്ടായി. ഇതിന് തുല്യവും പരമവുമായ മറ്റൊരു കൽപ്പന കൂടി ഞാൻ തരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. വല്ലാത്തൊരു പാരഡൈം ഷിഫ്റ്റാണ്. അതുവരെ കല്ലിന് പകരം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, തലയ്ക്ക് പകരം തല, കൊലയ്ക്ക് പകരം കൊല എന്ന് പറയുന്ന യഹൂദ സിദ്ധാന്തക്കാരോടാണ് പറയുന്നത്, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. വലിയ ബുദ്ധിമുട്ടാണ്. ദ ടെസ്റ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അവിടെയാണ്. ഒരാൾ ക്രിസ്ത്യാനിയാണോ എന്ന ടെസ്റ്റ് നടക്കേണ്ടത് അവിടെയാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും എൻ്റെ വീട്ടിലേക്ക് 1 കിലോ പോത്തിറച്ചിയുമായിട്ട് മേടിച്ച് ഞാൻ പോവുകയും ചെയ്യുമ്പോൾ എൻ്റെ അയൽക്കാരൻ്റെ വീട്ടിലും അത് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി 1 കിലോ പോത്തിറച്ചി വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയല്ല. ക്രിസ്തുവിൻ്റെ മതമാകുന്ന ആ മതത്തിലെ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് എടുത്ത ആളാണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇൻഷുറൻസ് അടയ്ക്കുന്ന ആളാണ്. ക്രിസ്ത്യാനിറ്റി എന്ന മതത്തിലെ ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെട്ട ആളാണ്. അല്ലാണ്ട് ക്രിസ്ത്യാനിയാണ് എന്ന് അതിനർത്ഥമില്ല. അല്ലെങ്കിൽ ആ വാങ്ങിയ 1 കിലോ പോത്തിറച്ചിയിൽ നിന്ന് 1/2 കിലോ പോത്തിറച്ചി വെച്ചിട്ടോ വെക്കാതെയോ അപ്പുറത്ത് കൊടുക്കാൻ കഴിയണം. നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നാ പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടാണ്. എന്നെപ്പോലെ എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയില്ല, എന്നെപ്പോലെ എൻ്റെ മക്കളെ സ്നേഹിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ അയൽക്കാരനെ സ്നേഹിക്കാൻ കഴിയുക? പ്രത്യേകിച്ച് അയൽക്കാരൻ എൻ്റെ പള്ളിയിലെ അംഗമല്ലെങ്കിൽ, ഞാൻ യാക്കോബയാണ്, അവൻ ഓർത്തഡോക്സ് ആണെങ്കിൽ ഒരു സ്നേഹവും അവിടെ കാണൂല. അപ്പോൾ ടെസ്റ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ യേശു പറഞ്ഞത് ഇതാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തേക്ക് വന്നപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി പറയുകയാണ്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ചുണ്ടരുത്. വയറ് നിറച്ചുണ്ടാൻ എന്താ കുഴപ്പമൊന്നും കൂടി അവിടെ പറഞ്ഞു വെച്ചു. യേശു ആ കുഴപ്പം എന്താന്ന് പറഞ്ഞു വെച്ചിട്ടില്ല. സ്നേഹിച്ചോളാനേ പണ്ടുള്ളൂ. സ്നേഹിച്ചാൽ എന്ത്, സ്നേഹിച്ചില്ലെങ്കിൽ എന്ത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ലീഗൽ വ്യവസ്ഥിതി അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ അതൊരു ലീഗൽ ഒരു നിയമവ്യാഖ്യാനം പോലെ പറയുകയാണ്, നീ വയറ് നിറച്ചുണ്ടാൽ നീ എന്നിൽപ്പെട്ടവനല്ല. അതായത് നീ എൻ്റെ ആളാണെന്നും പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ മതത്തിൻ്റെ ആളാണെന്നും പറഞ്ഞ് പിന്നെ നടന്നിട്ട് കാര്യമില്ല. എന്നാലോചിച്ച് നോക്കൂ, നമ്മളറിയേ നമ്മുടെ അയൽ വീട്ടിൽ പട്ടിണിയാണ്, പരിഭവമാണെന്ന് പറയുകയും നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദിൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ഏതോ ഇൻഷുറൻസ് മതത്തിലെ ഇൻഷുറൻസ് പോളിസിക്കാരനാണ്, അടവുകാരനാണ് എന്നതിലപ്പുറത്തേക്ക് ഇസ്ലാമാണ്, മോമിനിയാണ്, അല്ലെങ്കിൽ വിശ്വാസിയാണെന്നൊന്നും പറയാൻ കഴിയില്ല. മുസ്ലിം എന്ന വാക്കിനും വിശ്വാസി എന്ന വാക്കിനുമൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇങ്ങനെ വളരെ സൂക്ഷ്മമായിക്കൊണ്ട് വേണം മതത്തിൻ്റെ കാര്യങ്ങളെ നമ്മളൊന്ന് പുനർവിന്യസിക്കാൻ. ഇനി യേശുവിനോട് തന്നെ ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അദ്ദേഹം വലിയൊരു കഥ പറയുന്നുണ്ട്. ഞാൻ ആ കഥ ഇവിടെ പറയുന്നില്ല. നല്ല സമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് അദ്ദേഹം അവരോട് തന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവരിൽ ആരാണ് അയൽക്കാരൻ? കുട്ടികൾക്ക് കാര്യം പിടികിട്ടി. ആപത്തിൽ സഹായിക്കുകയും ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറം യഹൂദനെന്നോ സമരിയക്കാരനെന്നോ വർഗ വംശീയ ബോധത്തിനപ്പുറത്തേക്ക് മുറിവേറ്റവനെ സത്രത്തിൽ കൊണ്ടുപോയി പരിചരിച്ച് അവന് വേണ്ടുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ചെയ്തു കൊടുത്തവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവനാണ്. അത്രയും നന്മ പ്രവർത്തനങ്ങൾ ചെയ്തവനെയാണ് യേശു അയൽക്കാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹിയിലേക്ക് വന്നാൽ ഇത് തന്നെയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പ്രിയ പത്നി
ഒരു പ്രാവശ്യം റസൂലുള്ളാഹിയോട് ചോദിച്ചു, നമ്മുടെ പെരുന്നാളുകളൊക്കെ വരികയല്ലേ, ഞാൻ കുറച്ച് മധുരപലഹാരങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നല്ല കാര്യം. അത് അയൽക്കാർക്കൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓ, നല്ല കാര്യം. അപ്പോൾ അയൽക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആരാണ് നമ്മുടെ അയൽക്കാരൻ ശരിയായിട്ട്? അപ്പോൾ ചോദിച്ചു, അതെന്താ അങ്ങനത്തെ ഒരു ചോദ്യം? അല്ല, നമ്മുടെ ഈ അടുത്തടുത്തുള്ളവരൊക്കെ നമ്മളിൽ വിശ്വസിക്കാത്തവരും നമ്മളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരും അങ്ങയുടെ പുതിയ ആശയങ്ങളിൽ ആകൃഷ്ടരാകാത്തവരും അങ്ങയോട് എതിർപ്പോടുകൂടി പെരുമാറുന്നവരൊക്കെയാണല്ലോ. അവരൊന്നും നമ്മുടെ ആളുകളല്ലല്ലോ. നമ്മുടെ സഹാബത്ത് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ കുറച്ച് അപ്പുറം മാറിയല്ലേ തുടങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വ്യത്യാസവും ഉണ്ടാകാതെ അദ്ദേഹം ഉത്തരം പറഞ്ഞു, അയൽവാസി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വീട് തന്നെ തുടങ്ങണം. അത് വിശ്വസിച്ചവനാണോ, സഹാബിയാണോ, എന്നോട് കൂറു പുലർത്തുന്നവനാണോ, എന്നെ അനുകൂലിക്കുന്നവനാണോ, എന്നെ ചീത്ത പറയുന്നവനാണോ, എന്നെ ദ്വേഷിക്കുന്നവനാണോ എന്നൊന്നുമല്ല അതിൻ്റെ ക്രൈറ്റീരിയ. അത് കൃത്യമായി അവിടുന്ന് തന്നെ പലഹാര വിതരണം ചെയ്യണമെന്ന് പറയുന്ന മാനവികത. എത്ര വർഷങ്ങളായി ഇതൊക്കെ കഴിഞ്ഞിട്ട്? യേശു പോയിട്ട് 2026 വർഷത്തിലധികം. റസൂലുള്ളാഹിയുടെ ജന്മദിനം ഈ വർഷം നമ്മളൊക്കെ ആഘോഷിച്ചത് 1400 ചില്ലാനും വർഷങ്ങൾ, 1500 അത്രയും വർഷങ്ങളായി. ഇത്തരം വാചകങ്ങൾ ഇപ്പോഴും നമുക്കൊക്കെ മെറ്റാകോഗ്നീഷൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നല്ല നല്ല സങ്കല്പങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സങ്കേതത്തിൽ ഉപയോഗിക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ ഈ പുറം ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ഉരക മനസ്സിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളല്ല, മുൻഭാഗത്തേക്ക്. ഇവിടെ ഒരു വാചകവും ഉച്ചരിച്ച് കണ്ടു, വസുദൈവ കുടുംബകം. അതിൻ്റെ മുന്നിൽ ഒരു വാക്കുകൂടിയുണ്ട്, ഉദാരചരിതാനാം തു വസുദൈവ കുടുംബം. ഉദാരചരിതന്മാർക്കാണ് വസുദൈവ കുടുംബകം. ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നാണ് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനം. ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ കാണണമെങ്കിൽ ഉദാരമായ ഒരു ചരിതമുണ്ടാവണം, ഉദാരമായ മനസ്സുണ്ടാവണം. ആ മനസ്സിനെയാണ് ഞാൻ ആധുനിക ഭാഷയിൽ മെറ്റാകോഗ്നീഷൻ എന്നൊക്കെ പറയുന്നത്. മെറ്റാകോഗ്നീഷൻ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകം ഒന്നായി കാണാനേ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ആനോ ഭദ്രാഹ ക്രതവോ എന്ന് വിശ്വതഃ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വതഃ ക്രതവോ എന്ത് വിശ്വതഃ ആനോ ഭദ്രഹ, ഭദ്രമായിട്ടുള്ള നന്മയുടെ നല്ല ശീലങ്ങളുടെ നന്മയൊക്കെ ഇങ്ങോട്ട് ഒഴുകിയെത്തട്ടെ, ഞങ്ങളിതാ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നപ്പോഴും അതിൻ്റെ മുമ്പേ അറബികൾ വന്നപ്പോഴും അതിൻ്റെ മുമ്പേ യഹൂദർ വന്നപ്പോഴും റോമാക്കാർ വന്നപ്പോഴും ക്രിസ്ത്യാനികൾ വന്നപ്പോഴും ഒക്കെ വന്നോളൂ, സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഇവിടെ അസിമിലേഷന് സാധ്യതയുണ്ട് എന്ന് പറയാൻ ഇവിടുത്തെ ഋഷീശ്വരന്മാർക്ക് കഴിഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിനും കൂടി ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വേദികളൊക്കെ കിട്ടുമ്പോൾ ഞാൻ പോകാറുള്ളത്. ടെക്നിക്കലി നോക്കിയാൽ, തിയോളജിക്കലി നോക്കിയാൽ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ വിഷമങ്ങളുണ്ടാവും. ഇവിടെ ഞാൻ വന്നപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ കാണാൻ സ്വാഗതം പറഞ്ഞ അദ്ദേഹം വാവൂര് പള്ളിയുടെ കാര്യം പറഞ്ഞു. മിനിഞ്ഞാന്ന് ചന്ദനക്കുടത്തിൽ ആ വാവൂര് പള്ളിയുടെ ഉദ്ഘാടനത്തിനും മുഖ്യപ്രഭാഷണം ഞാനായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ നിലനിർത്തണം. ഇതൊന്നും ടെക്നിക്കലി ശരിയല്ല, തിയോളജിക്കലി ശരിയല്ല, മതപരമായി ശരിയല്ല എന്ന് പറയുന്നത് രണ്ട് കൂട്ടരിലെ ആചാര്യന്മാരുമാണ്. ഇത് ഹൈന്ദവമാണോ, ഇത് ഇസ്ലാമികമാണോ എന്ന ചർച്ചകൾ രണ്ട് കൂട്ടരിലെ ആചാര്യന്മാരും തുടങ്ങിയിരിക്കും. ഇസ്ലാമികമായിരിക്കൂല, ഹൈന്ദവവും ആയിരിക്കൂല. ഹൈന്ദവത്തിൽ അങ്ങനെ വാവൂരും ഇല്ല, വാവൂരനും ഇല്ല, ഒരു കുന്തവും ഇല്ല, ഇല്ല. ഇവിടെ അത് ഇസ്ലാമികമല്ല. ചന്ദനം കൊടുക്കുന്നതും ഭസ്മം കൊടുക്കുന്നതും കുരുമുളക് വാങ്ങി വെക്കുന്നതും കർപ്പൂരം കൊടുക്കുന്നതൊന്നും ഒരു ഇസ്ലാമികമല്ല. പക്ഷെ നമ്മളിതിനെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് പ്രതിരോധിക്കേണ്ടത്. വല്ലാണ്ട് ശാസ്ത്രീയവും വല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാതെ ടെക്നിക്കലി കറക്റ്റഡ് ആവാൻ നിൽക്കരുത്. കുറച്ചൊക്കെ ഇൻകറക്റ്റ്നെസ് ഇതിൽ നല്ലതാണ്. ഞാനും നിങ്ങളും നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ അച്ഛ എന്ന് വിളിച്ചത് ടെക്നിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ടല്ല. അങ്ങനെ ടെക്നിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമാണെങ്കിൽ എല്ലാവരും ഇന്ന് DNA ടെസ്റ്റ് എടുത്ത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് അച്ഛനെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അച്ഛൻ എന്ന് വിളിക്കാൻ പാടുള്ളൂ. അല്ല, എൻ്റെ അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ അന്ന് സർട്ടിഫൈ ചെയ്തു, ഇയാളാണ് നിൻ്റെ അച്ഛൻ, ഇയാളെയാണ് അച്ഛാന്ന് വിളിച്ച് ശീലിപ്പിച്ചത്, അതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെയാണ് ചിലതൊക്കെ ഈ മുൻഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴേ ഇതിനൊക്കെയുള്ള ഉത്തരം കിട്ടുകയുള്ളൂ.
പുറകിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയോ തെറ്റോ, ടെക്നിക്കലി ശരിയാണോ, ഹൈന്ദവമാണോ, ഇത് ഇസ്ലാമികമാണോ എന്നൊക്കെ ചോദ്യം ഇവിടുന്ന് നമ്മൾ കയറി ഇത് വലിയ ബുദ്ധിയാണ്. ഇതൊരു ബുദ്ധിയല്ല. യഥാർത്ഥ ബുദ്ധി മുന്നിൽ നിന്ന് ആണെങ്കിലും അല്ലെങ്കിലും ഈ സംവിധാനം തിരക്കടില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾക്കൊന്നിച്ചിരുന്നൊന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും അടുത്ത ഉത്സവത്തിൻ്റെ സമയത്ത് ഞങ്ങൾക്കൊന്നിച്ചിരുന്ന് അവിടെ നിന്ന് അന്നദാനം കഴിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവണം. അല്ലാണ്ട് അവനവൻ്റെ ആളുകൾ മാത്രം വർഗബോധം മൂത്ത് വർഗീയത മൂത്ത് ഇങ്ങോട്ട് വേറെ ആരും വരണ്ട, ഇത് ഇസ്ലാമികമല്ല, അത് ഹൈന്ദവമല്ല എന്ന് പറയുന്ന കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ശരിയായ ബ്രെയിൻ ഒന്ന് പ്രവർത്തിപ്പിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എൻ്റെ അച്ഛനൊരിക്കലും DNA ടെസ്റ്റ് എടുക്കാൻ പ്രേരിപ്പിക്കൂല. അതിൻ്റെ ആവശ്യമില്ല. 75 വയസ്സായി ആ മനുഷ്യന്, എനിക്ക് 50 വയസ്സായി. ഇനി എന്ത് DNA ടെസ്റ്റ്? ഞാൻ അല്ലാന്ന് തെളിഞ്ഞിട്ട് ഇപ്പം എന്താ അവിടെ കിട്ടാനുള്ളത്? ഞാൻ അല്ല, 100% ആളിൻ്റെ അച്ഛനല്ല. എന്നിട്ട് എന്താ? 50 വർഷം ഇങ്ങനെ ഞാൻ ജീവിച്ചു. നാളെ മുതൽ അടുത്ത മജീദാക്കാനെ നോക്കിയിട്ട് വാപ്പാന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയാണ് സമ്പതി കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ചില ടെക്നിക്കൽ കറക്റ്റ്നെസ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് നമ്മൾ പോകണ്ട. നമുക്കിതിൽ സന്തോഷമുണ്ടാവണം. ഈ സൗഹാർദ്ദം കാണുമ്പോഴാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ, ഞാനൊരു വിദേശ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം കണ്ടു. അതൊരു വീഡിയോയിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് വലിയൊരു റോഡ്, ഒരു 3-4 വരിയുള്ള റോഡ് ഇങ്ങനെ ഒരു അമ്മൂമ്മ ക്രോസ് ചെയ്യുമ്പോൾ ആ അമ്മൂമ്മേൻ്റെ കയ്യിൽ നിന്ന് ആ അമ്മൂമ്മ മേടിച്ച ഓറഞ്ചൊക്കെ പൊട്ടി താഴെ വീണു. എനിക്കാണെങ്കിൽ ഓടിച്ചെന്നത് എടുത്തു കൊടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവിടെ നിന്നൊരു കൊച്ചു പയ്യൻ അതെല്ലാം പെറുക്കി വീണ്ടും കെട്ടിക്കൂട്ടി അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് എനിക്ക്, തള്ളയ്ക്കുമല്ല ആ മകനുമല്ല, ഇത് കണ്ട് ഇരിക്കുന്ന എൻ്റെ ഉള്ളിൽ പോലും ഒരു മാറ്റമുണ്ട്. ഓ, ആരെങ്കിലും ഒരാൾ സഹായിച്ചല്ലോ. ഇതാണ് മനുഷ്യ മനസ്സ്. ഈ നന്മകളിലേക്കും ഈ കോമള വികാരങ്ങളിലേക്കും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്കും പരനെ സഹായിക്കുന്നതിലൊക്കെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതല്ലെന്ന് പലപ്പോഴും ചർച്ചയിൽ വരുന്നത്. ഈ ടെക്നിക്കൽ കറക്റ്റ്നെസ്സാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ട്, ഇതിങ്ങനെ ചെയ്യാൻ പാടുണ്ട്. ഇതോടുകൂടി ഹൃദയത്തിൽ നിന്ന് വിചാരങ്ങൾ മുഴുവൻ തലച്ചോറിൻ്റെ ഈ ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായി ഹൃദയപരമായി നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പോഴേ ഈ ഭാഗം, നമ്മുടെയൊക്കെ ഫ്രോണ്ടൽ ഭാഗങ്ങൾ നമുക്ക് സഹായകരമായി വരികയുള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞ ആ 2 കാര്യങ്ങളുണ്ടല്ലോ, ദൈവത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യം. ഇവിടെയാണ് ഹിന്ദുമതവും മാനവ സേവയാണ് മാധവ സേവ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. നരസേവയാണ് നാരായണ സേവ എന്നും, ജനസേവയാണ് ജനാർദ്ദന സേവ എന്നും, ജീവസേവയാണ് ശിവസേവ എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു. ഇവിടെ 2ആയി കാണുന്ന ഒരു ഫിലോസഫി ഇല്ല. അതുകൊണ്ടാണ് അദ്വൈതമാണ് പരമമായി മാനിക്കപ്പെടുന്ന ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഒരു സമ്പ്രദായം. ആ അദ്വൈത സമ്പ്രദായത്തിൽ 2ആയി കാണുന്നതിന് വകുപ്പില്ല. എല്ലാം ഈശ്വരീയമായ സംവിധാനങ്ങളായി കാണണം എന്നതുകൊണ്ടാണ് ഇവിടെ ഈ സമാധാനവും ഉള്ളത്. അപ്പം നമുക്ക് ഈശ്വരീയമായ കാര്യങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യനെ കൂട്ടിപ്പിടിക്കുന്ന, മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന, മനുഷ്യനെ ഒന്നായി കാണുന്ന, മനുഷ്യൻ്റെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന തത്വശാസ്ത്രങ്ങൾ ഉണ്ടാവട്ടെ. ഒരു കവി പണ്ട് പാടിയല്ലോ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. നോവുന്നൊരാത്മാവിനെ സ്നേഹിക്കാനും ഇടപെടാനും കഴിയാത്ത ഒരു തത്വശാസ്ത്ര, ഒരു മതമാണ് എനിക്കുള്ളതെങ്കിൽ അത്തരമൊരു മതം ഞാൻ ഉപേക്ഷിക്കുകയാണ്. എൻ്റെ മതം ഒരിക്കലും നോവുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ളവനെ സഹായിക്കാതിരിക്കാൻ എൻ്റെ മതം ഇടപെടുന്നുണ്ട് എങ്കിൽ ഞാൻ ആ മതം ഉപേക്ഷിക്കും. നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ളവരെ സഹായിക്കാൻ എൻ്റെ മതം ഒരു എന്താ പറയുക, ഒരു തടസ്സമാകരുത്. ഒരിക്കലുമില്ല. ഇവിടെ പറഞ്ഞല്ലോ, ഒരു ഡെഡ് ബോഡി കണ്ടപ്പോൾ, ഒരു ജനാസ കണ്ടപ്പോൾ അതൊരു മനുഷ്യൻ്റെ ആണെന്ന ബോധത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന, ഒന്ന് ആലോചിച്ച് നോക്കൂ ആ റസൂലുള്ളാഹിയുടെ ഒരു മഹത്വം. അത് യഹൂദൻ്റെ അല്ലേ എന്ന് ചോദിച്ചാൽ എന്താ, യഹൂദൻ എന്താ മനുഷ്യനല്ലേ എന്നാ തിരിച്ചു ചോദിച്ചത്. അവിടെ എൻ്റെ മതം അതിനെ ആദരിക്കാൻ തടസ്സം നിന്നില്ല, റസൂലുള്ളാഹിയുടെ മതം തടസ്സം നിന്നില്ല. അതുകൊണ്ട് നമുക്കൊക്കെ കഴിയേണ്ടത് ആ പറയുന്ന കവിയുടെ വാചകത്തെ ഞാനൊന്ന് തിരുത്തിപ്പാടുകയാണ്. തിരുത്തുകയല്ല, അതിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. സ്നേഹിക്കയില്ല ഞാൻ ആത്മാക്കളെ നോവിച്ചിടുന്നൊരു തത്വശാസ്ത്രത്തെയും, ആത്മാക്കളെ നോവിക്കാൻ വേണ്ടി പടച്ചുവിടുന്ന ഒരു തരം തത്വശാസ്ത്രത്തെയും ഞാൻ അനുകൂലിക്കുകയില്ല. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന, ഈ പ്രകൃതിയെ ബുദ്ധിമുട്ടിക്കുന്ന, സഹജീവികളോട് കാരുണ്യം കാണിക്കാത്ത, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് വേറെന്തോ വാഗ്ദാനം ചെയ്യുന്ന
ഒരു തത്വശാസ്ത്രത്തെയും ഞാൻ സ്നേഹിക്കുകയില്ല എന്ന് ഞാനതിനെ തിരുത്തി പാടുകയില്ല, ഞാനതിനെ അപ്ഗ്രേഡ് ചെയ്ത് പാടുക. കാരണം അദ്ദേഹം പറഞ്ഞതും ശരിയാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറയുന്നത് 100% നല്ലതാണ്. അതോടൊപ്പം നമ്മൾ പാടേണ്ടത് എന്താ? സ്നേഹിക്കയില്ല ഞാൻ ആത്മാക്കളെ നോവിച്ചിടുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ നോവിച്ചിടുന്ന, അയൽക്കാരനെ നോവിച്ചിടുന്ന, സഹജീവികളെ നോവിച്ചിടുന്ന, ചുറ്റുമുള്ളവരെ നോവിച്ചിടുന്ന ഒരു തത്വശാസ്ത്രത്തെയും ഞാൻ സ്നേഹിക്കയില്ല എന്നുറച്ചു പാടാൻ നമ്മുടെ മക്കൾക്ക് കഴിയട്ടെ. എന്നുറച്ചു പാടാൻ നമ്മുടെയൊക്കെ കുഞ്ഞുമക്കൾക്ക് കഴിയണമെങ്കിൽ അതിനുള്ള ചില എക്സസൈസുകൾ, സ്പിരിച്വൽ എക്സസൈസുകൾ അല്ലെങ്കിൽ റിലീജിയസ് എക്സസൈസുകൾ നടക്കേണ്ടുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ വന്നിരിക്കുന്നവരുടെ ആ മനസ്സിൽ ഇത് കേൾക്കുമ്പോഴാണ് സന്തോഷം. മറ്റേത് കേൾക്കാൻ സന്തോഷമില്ലെങ്കിലും മനസ്സിലെവിടെയോ നമ്മുടെ പഴയ മൈൻഡ് ഉണരുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ അതിലേക്ക് പോകുന്നത്. അതുകൊണ്ട് മതമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, വർഗമാകട്ടെ, വർഗബോധമാകട്ടെ, എന്തും ഒരു പരിധിയിലേറെ മാത്രമേ വളയ്ക്കാൻ പറ്റുള്ളൂ. വല്ലാണ്ട് വളച്ചാൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കും. ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ഏച്ചു കൂട്ടിയത് മുഴച്ചിരിക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ നടത്തുന്നത്. ആ ലെവലിലേക്ക് ഇതൊരു തെറാപ്യൂട്ടിക് ഭാഗമായിട്ടല്ല, ഒരു പ്രിവെൻറ്റീവ്. ഇപ്പം മെഡിസിൻ്റെ 2 ഭാഗങ്ങളാണല്ലോ. പ്രിവെൻറ്റീവ് മെഡിസിനുണ്ട്, തെറാപ്യൂട്ടിക് മെഡിസിനുണ്ട്. പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞാൽ വരാതിരിക്കാൻ വേണ്ടി പോളിയോ കൊടുക്കുക, വാക്സിൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് പ്രിവെൻറ്റീവാണ്. വൈറ്റമിൻസ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പ്രിവെൻറ്റീവാണ്. ചിലത് തെറാപ്പിയാണ്, വന്നതിന് ശേഷം ചികിത്സിക്കും. മതസൗഹാർദ്ദ സമ്മേളനങ്ങളും മറ്റും തെറാപ്പിയുടെ ഭാഗമായിട്ടല്ല വരേണ്ടത്. ഇതൊക്കെ പ്രിവെൻറ്റീവ്, സാമൂഹ്യ ജീവിതത്തിൻ്റെ, സാമൂഹ്യ ആരോഗ്യത്തിൽ അനാരോഗ്യം വന്നതിന് ശേഷം മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ നടത്തി ഏച്ചുകൂട്ടി മുഴച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. അത് വരാതിരിക്കണമെങ്കിലാണ് ഇത്തരത്തിലുള്ള പ്രസക്തികൾ. അതുകൊണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ, പാവരുപള്ളിയെ പോലുള്ള സംവിധാനങ്ങൾ, അർത്തുങ്കൽ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ പോലുള്ള ആചാരങ്ങൾ, കളിയാട്ടക്കാവിലെ ആചാരങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഭാരതത്തിൽ, ഇന്ത്യയിലെ കേരളത്തിലാണ് ഇത്രയധികം നമുക്ക് സംവിധാനങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യങ്ങളായ മതസൗഹാർദ്ദങ്ങളുള്ളത്. അതിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല. അതൊക്കെ നിലനിർത്തട്ടെ. നോമ്പിൻ്റെ സമയത്ത് നമുക്കറിയാം, ഓരോ ഇഫ്താർ വിരുന്നുകളും ഓരോ സാമൂഹിക പ്രക്രിയകളായി, ഒരു സൗഹാർദ്ദ പ്രക്രിയയായി മാറ്റുന്ന മുസ്ലിം സമുദായത്തോടെ നമ്മൾ എത്ര അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരം അന്നദാനങ്ങളുമൊക്കെ ഇതേപോലെ സൗഹാർദ്ദങ്ങൾ ഊട്ടാനും ഉറപ്പിക്കാനുമുള്ളതാവണം. ഓരോ പെരുന്നാളുകൾ നടക്കുന്ന ചർച്ചുകളിലും അവരുടെ കുർബാനകളും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ മറ്റ് കലാപരിപാടികൾക്കൊക്കെ ഇടയിലും ഇത്തരത്തിലുള്ള ഊട്ടുറപ്പിക്കലുകൾ ഉണ്ടാവണം. ഊട്ടുക എന്ന വാക്ക് ഉണ്ണിപ്പിക്കുക, ഊട്ടുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചുറപ്പിക്കുക എന്നാണ്. അതാണല്ലോ ഊട്ടുപുര, ഊണ് എന്നൊക്കെ വാക്കിൽ നിന്ന് ഈ ഊടും പാവും നെയ്യാൻ വേണ്ടി നമുക്കൊക്കെ സാധിക്കട്ടെ. നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി എന്നെ തെരഞ്ഞെടുത്തതിലും വിളിച്ചതിലുമൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് വൈകുന്നേരം തിരിച്ചു ചെന്നിട്ട് മറ്റ് പരിപാടികളുണ്ട്. ഞാൻ ഇപ്രാവശ്യം വണ്ടിയിലല്ല വന്നത്, ട്രെയിനിലാണ് വന്നത്. കാസർഗോഡ് നിന്ന് 2 മണിയോടുകൂടി വണ്ടി കയറാം. ഏകദേശം ഇപ്പോൾ പോയെങ്കിൽ അവിടേക്ക് 1 മണിക്കൂറുകൾ കൊണ്ട് എത്തുള്ളൂ. അതുകൊണ്ട് മറ്റ് വ്യക്തികളുടെ എല്ലാം വിശേഷങ്ങൾ ഞാൻ ഓൺലൈനിലൂടെ കാണും. നിങ്ങളുടെയൊക്കെ പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കും. സാധാരണ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളെന്നെ ഫിസിക്കലായിട്ട്, ഭൗതികമായിട്ട് ഇവിടുന്ന് പോകാൻ അനുവദിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നമ്മുടെയൊക്കെ നന്മകൾ ഇനിയും നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒന്നിച്ച് ഇത്തരം സൗഹാർദ്ദങ്ങൾ നമുക്ക്, നമ്മുടെയൊക്കെ വിശ്വാസങ്ങളിൽ നമ്മൾ പൂർണ്ണരാവണം. അതിലൊന്നും ഒരു കോംപ്രമൈസും വരേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കോംപ്രമൈസും ഇല്ലാതെ തന്നെ സൗഹാർദ്ദത്തിൻ്റെ വിഷയം വരുമ്പോൾ ഈ പറയുന്ന നന്മയുടെ ഭാഗത്ത് തന്നെയാണ് എല്ലാ മതങ്ങളും നമ്മളെ സൗകര്യപ്പെടുത്തി, അതായത് സജ്ജീകരിക്കപ്പെട്ട് തന്നിരിക്കുന്നത്. അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് മുൻഭാഗത്ത് നിന്ന് പിൻഭാഗത്ത് നിന്ന് മുമ്പിലേക്കുള്ള ആ മെറ്റാകോഗ്നീഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മുടെ കുഞ്ഞുമക്കളെയെങ്കിലും നടത്താൻ നമ്മൾ തയ്യാറാകണമേ. അതിന് ഇത്തരം സംവിധാനങ്ങളും ഇത്തരം ആശയങ്ങളും ഇത്തരം സ്ഥലങ്ങളും തെളിവുകളും ഉണ്ടാക്കണമേ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആത്മദാസ്.